അപ്പൊ കോർട്ട് അധികമാണെങ്കിൽ ആലോചിക്കുക കുഷൻ ഒക്കെ ഇട്ടിരിക്കാൻ പറ്റും. അപ്പൊ കുഷിൻസ് രോഗമാണ്. കോർട്ട് അധികമുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുഷൻ ഇട്ടിരിക്കാം, കുഷിൻസ് രോഗം. നമുക്ക് വായിൽ ഉമിനീരുണ്ടാവുമോ? അമ്മേ, അച്ഛാ, ചേട്ടാ എന്നൊക്കെ വിളിക്കുമ്പോ അല്ലെ ഉമിനീരില്ല. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? കൂട്ടുകാരെ, വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നമ്മൾ ആരംഭിക്കുന്ന ഒരു പുതിയ സീരീസ് ആണ് PYQ GKയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഏറ്റവും പ്രധാനം നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് നടന്നൊരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് OA മെയിൻ എക്സാം. അപ്പൊ മെയിൻ എക്സാമിനെ സംബന്ധിച്ച് 10th ലെവലാണ്. ഇനിയിപ്പോ +2 ലെവൽ എക്സൈസിന്റെ പരീക്ഷയാണെങ്കിലും ഒക്കെ വളരെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായി നമുക്കൊക്കെ എപ്പോഴും നെഗറ്റീവ് വരുന്ന ചില ചോദ്യ മേഖലയുണ്ട്. ആ മേഖലയൊക്കെ നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു സീരീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസും ക്ലാസ്സുകളും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നോക്കൂ, PYQ ആണ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനം കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത് ഏത് വർഷമാണ്? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, SCERT ഫാക്ട് ആയതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യം 1979 വിദ്യാഭ്യാസ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 കൃത്യമായിട്ട് പഠിക്കണം രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. PSC റീസെന്റ് ചോദിച്ചു. നോക്കൂ, അതിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് മറ്റൊരു പരീക്ഷയിൽ PSC ചോദിച്ചത്. ഈ അടുത്ത് നടന്ന LGS പരീക്ഷയിൽ ചോദിച്ചു, എവിടെയാണ് ആസ്ഥാനം? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്താണ്? സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എവിടെയാണ് ആസ്ഥാനം? ന്യൂഡൽഹിയിൽ. വർഷം 1979. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വ കരാറിൽ പരാമർശിച്ചിരിക്കുന്ന വസ്തുതകളിൽ പെടാത്തത് ഏതാണ്? വർഷം എല്ലാവർക്കും അറിയാം, അറിയാത്തവർ പഠിക്കുക. പഞ്ചശീല തത്വ കരാർ ഉറപ്പിച്ച് പഠിക്കണം, നെഗറ്റീവ് വരരുത്. ഓക്കെ, അപ്പൊ പഞ്ചശീല തത്വ കരാർ 1954 അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമത്വവും പരസ്പര സഹായവും പുലർത്തുക അതിനകത്ത് വരുന്നുണ്ട്. SCERT പറയുന്നുണ്ട്. ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, ഇത് കാണുന്നതിന്റെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ട് ഇത് നെഗറ്റീവ് ആണ് അല്ലെ, ഇങ്ങനൊരു സാധനം ഇല്ല. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. പരീക്ഷ നമ്മൾ അതിബുദ്ധി കാണിക്കും. അപ്പൊ ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം എന്താണ്? അതിനകത്ത് വരില്ല. നമുക്കത് നോക്കിയാലോ. 1954 കൂട്ടുകാരെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാം, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാൻ ഓർമ്മിപ്പിക്കുകയാണേ. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വ കരാർ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമായി സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഓക്കെ, നമുക്കറിയാം ആരാണ് ചൗ എൻ ലായ്. അറിയാത്ത ആരുമില്ലല്ലോ. ചൗ എൻ ലായ് ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വ കരാറെങ്കിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ വിദേശ നയമായി മാറുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത്. നോക്കൂ, എന്തെല്ലാമായിരുന്നു ഈ ഒരു കരാറിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തിന്റെ, കൃത്യമായിട്ട് പഠിക്കണേ, രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. എന്താണ്? രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ബൈഹാർട്ട് പഠിക്കണം, മനസ്സിലാക്കി പഠിച്ചാൽ മതി. പരസ്പരം ആക്രമിക്കാതിരിക്കുക. രണ്ടാമത്തത് പരസ്പരം ആക്രമിക്കാതിരിക്കുക. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ഒരു പരിധിവരെ ഏറ്റവും പ്രധാനമല്ലേ? ആഭ്യന്തര കാര്യങ്ങളിൽ രണ്ട് രാജ്യവും പരസ്പരം ഇടപെടാതിരിക്കുക. അപ്പൊ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. മനസ്സിലാക്കി ഒരു 2 തവണ വായിച്ചു നോക്കുക. പരീക്ഷയിൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും കേട്ടോ. ഡിലീഷൻ മെത്തേഡിലൂടെയൊക്കെ നമുക്കിത് വേറെ ഏതെങ്കിലും ഓപ്ഷൻ കിട്ടിയാൽ കിട്ടും. അപ്പൊ 2ാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേര പ്രസ്ഥാനം, ആ ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഒരു തുടക്കമായിരുന്നു ആക്ച്വലി പഞ്ചശീല തത്വ കരാർ. അപ്പൊ നാമിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. 1961 നാം രൂപീകരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ? ബൽഗ്രേഡിൽ വെച്ചിട്ടാണ്. അതിന്റെ ആലോചനാ സമ്മേളനം 1955 ബന്ധുവിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതേ പേജിൽ തന്നെ പ്രധാനപ്പെട്ട 2-3 ഫാക്ടർ ഉണ്ട്. സംഗീത നാടക അക്കാദമി ന്യൂഡൽഹിയാണ്, ലളിതകല അക്കാദമി ന്യൂഡൽഹിയാണ്, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതൊരു പക്ഷെ ചോദിക്കുമ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ചിന്തിച്ചു പോകേണ്ട, ഡെറാഡൂണോ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, ഇതെല്ലാം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്.
ഇതിന്റെയൊക്കെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. സംഗീതവുമായി ബന്ധപ്പെട്ട നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിന്റെ അക്കാദമി. ലളിതകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാഹിത്യവുമായി ബന്ധപ്പെട്ട അതിന്റെ ഓരോന്നും അക്കാദമിയാണ്. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്ത് വിദേശത്ത് പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിള്ളേരെ നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കണം, ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോക രാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. അപ്പൊ ഇത്തരത്തിൽ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. 1947 അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നമ്മുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? നെഹ്റുവാണ്. PYQ ആണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പിയും ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രിയും നെഹ്റുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തൈമസ് ഗ്രന്ഥിയുമായി ബന്ധമില്ലാത്ത ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ് അല്ലെ. തൈമസ് ഗ്രന്ഥി മാറലിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. മാറലിന് താഴെയായിട്ടാണ് തൈമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് അതും ശരിയാണ്. ഏറ്റവും ചെറിയ ഗ്രന്ഥി അല്ല തൈമസ് ഗ്രന്ഥി. കൂട്ടുകാർക്ക് അറിയാം, അപ്പൊ അത് തെറ്റാണ് അല്ലെ. ഓപ്ഷൻ സി ആണ്. ശൈശവ ഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യും. അതുകൊണ്ടാണ് യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം. നോക്കൂ എന്തൊക്കെയാണ് ഫാക്ട്. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പൊസിഷൻ. ശൈശവ ഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു. തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അറിയാലോ, തൈമോസിൻ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് യുവത്വ ഹോർമോൺ. അതും എല്ലാവരും കിട്ടും അല്ലെ. യുവത്വ ഹോർമോൺ ആണ് തൈമസ്. യുവത്വ ഹോർമോൺ ആണ് തൈമസ്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകൾ. പിള്ളേരെ നമുക്കറിയാം, ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും നമ്മൾ ശ്വേതരക്താണുക്കളും അരുണരക്താണുക്കളും ഒക്കെ പഠിക്കാറില്ലേ. ആ സമയത്ത് പറയാറുണ്ട്. ഇപ്പൊ ടി എന്ന് കേൾക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ടി ഫോർ തൈമസ് അല്ലെ. അവിടെ ബി എന്ന് കേൾക്കുമ്പോൾ ബോണിലേക്ക് നമ്മൾ പോകാറുണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ടി തൈമസ് അങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക അല്ലെ. അപ്പൊ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഹോർമോണിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. തൈമോസിൻ പഠിച്ചു വെക്കണം. ഇനി അടിയന്തര ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെയുള്ളത്? അഡ്രീനൽ ഗ്രന്ഥിയെ കുറിച്ചാണ് പറയുന്നത്. മക്കളെ നമുക്കറിയാം, ഗ്രന്ഥികളെ കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ തരികയാണ്. SCERT ഫാക്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടും പിള്ളേർക്ക് കുറച്ച് പ്രയാസമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. അതിന്റെ പുറത്തുള്ള ഭാഗത്തെ കോർട്ടെക്സ്, ഉള്ളിൽ മെഡുല്ല. നമ്മുടെ വീടിന്റെ പുറത്തല്ലേ കോർട്ട് ഉണ്ടാവാറ്? അങ്ങനെ ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പം മെത്തയൊക്കെ ഉള്ളിലാണ് മെഡുല്ല, പുറത്ത് കോർട്ടാണ്. അവിടെ ഉൾഭാഗമായ മെഡുല്ല 2 പ്രധാനപ്പെട്ട ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് അത്? നോക്കൂ, എപ്പിനെഫ്രിൻ, അതല്ലെങ്കിൽ മറ്റൊരു പേരായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, അഡ്രിനാലിൻ. എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാലും അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങായിയാണ് കേട്ടോ. അടിയന്തര സാഹചര്യങ്ങൾ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയോടൊത്ത്, സിമ്പതറ്റിക് വ്യവസ്ഥ എന്താ നമുക്ക് പറയാം, അടുത്ത പേജിൽ വരുന്നുണ്ട്. അപ്പൊ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ത്? അഡ്രീനൽ ഗ്രന്ഥി. നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുമ്പം, നോർ അഡ്രിനാൽ എന്ന് പറയുമ്പം അത് എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ഒരു പോയിന്റ് പഠിച്ചു വെക്കണം. സർജിക്കൽ ഹോർമോൺ. ഇപ്പൊ ഒരു ശസ്ത്രക്രിയക്ക് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ രക്തസമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നായിട്ട് നമ്മൾ നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് സർജിക്കൽ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെക്കണം. സർജിക്കൽ ഹോർമോൺ SCERT ഇല്ലെങ്കിലും പഠിച്ചു വെക്കാതെ നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിനാണ്. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ നോക്കൂ, അടുത്തത് നമ്മുടെ പുറം ഭാഗം കോർട്ടെക്സ് അല്ലേ. ആ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന 3 അഡ്രീനൽ ഗ്രന്ഥിയുടെ മെഡുല്ല 2 പറഞ്ഞു, അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അതുപോലെ തന്നെ പുറത്തുള്ള കോർട്ടെക്സ് 3 പഠിച്ചു വെക്കണം. കോർട്ടിസോൾ, കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, അതുപോലെ തന്നെ ലൈംഗിക ഹോർമോൺ. മക്കളെ, കോർട്ടിസോൾ എന്ന് കേൾക്കുമ്പം മാംസം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുക, ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുക. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ആർക്കുണ്ട്? നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോളിനുണ്ട്. അപ്പൊ കോർട്ടിസോളിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ 2 പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. രോഗങ്ങളാണ്, ഒരുപക്ഷെ എല്ലാവർക്കും അറിയാത്ത പോയിന്റ്, അതുകൊണ്ട് ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന കോർട്ടിസോളിന്റെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു കോർട്ട്, വീടിന്റെ പുറത്താണ് കോർട്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കോർട്ട് കുറച്ച് അധികം സ്ഥലമുണ്ട്, നമ്മളിവിടെ കുഷൻ ഒക്കെ ഇട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ സൗകര്യം ഉണ്ടാവും. അപ്പൊ കോർട്ട് അധികമാണെങ്കിൽ ആലോചിക്കുക, കുഷൻ ഒക്കെ ഇട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ കുഷിൻസ് രോഗമാണ്. കോർട്ട് അധികമുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുഷൻ ഇട്ടിരിക്കാം, കുഷിൻസ് രോഗം. ഇനി അഥവാ കോർട്ടിന്റെ സ്ഥലം ഇല്ലെങ്കിൽ, അഡീഷണലി കോർട്ടിൽ ഇരിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ, കുറവാണെങ്കിൽ അഡീഷണൽ ഇരിക്കാൻ പറ്റൂല. അപ്പൊ അഡിസൺസ്,
എന്താണ് അഡിസൺസ്, അടിയിൽ ഇരിക്കേണ്ടി വരും. അവിടെ കുഷൻ ഇട്ടിരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അവിടെ നമ്മൾ അടിയിൽ നിലത്ത് ഇരിക്കേണ്ടി വരും. അഡിസൺസ്. അപ്പൊ നോക്കൂ, കോർട്ടിസോൾ കോർട്ടില് കുറവാണെങ്കിൽ, അപര്യാപ്തത മൂലമാണെങ്കിൽ അഡിസൺസ് രോഗം, അധികമുണ്ടെങ്കിൽ കോർട്ട് കുഷിൻസ് രോഗം. അങ്ങനെ ഒരു ലിങ്ക് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ആൽഡോസ്റ്റിറോൺ, അതിന്റെ ഇടയിൽ വേറൊരു പോയിന്റ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആക്ച്വലി കോർട്ടിസോൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു പക്ഷേ ആസ്മ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മരുന്നായിട്ട് നമ്മൾ ഈ കോർട്ടിസോൾ ഉപയോഗിക്കാറുണ്ട്. ആസ്മ, സന്ധിവാദം പോലെയുള്ള രോഗങ്ങൾക്ക് മരുന്നായിട്ട് കോർട്ടിസോൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പഠിച്ചു വെച്ചേക്കുക. ആൽഡോസ്റ്റിറോണിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആൽഡോസ്റ്റിറോണിന്റെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതാണ്. അപ്പൊ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന നമ്മൾ അഡ്രീനൽ ഗ്രന്ഥിയിൽ ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ പഠിച്ചു വെക്കണം, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഇവിടെ ഒരു രോഗമുണ്ട്. എന്താണ് ആൽഡോസ്റ്റിറോൺ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കോൺസ്. നോക്കൂ, കോൺസ് സിൻഡ്രോം. ആൽഡോസ്റ്റിറോൺ ഈ പറയുന്ന രൂപത്തിൽ അധികമായി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? കോൺസ് സിൻഡ്രോം. ആൽഡോസ്റ്റിറോൺ ഉത്പാദനം കൂട്ടിക്കഴിഞ്ഞാലും കോൺസ് സിൻഡ്രോം എന്ന് പറയുന്ന രോഗമാണ് കേട്ടോ. ആൽഡോസ്റ്റിറോൺ കോൺസ് സിൻഡ്രോം. നല്ല കോഡ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. ഞാൻ ഈ പറഞ്ഞതില് അഡ്രീനാലിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ, എപ്പിനെഫ്രിൻ. അടിയന്തര ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഉപയോഗിക്കുന്നതാണ് ഈ അഡ്രീനാലിൻ. അവിടെ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയോട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു. ഒരു ചെറിയൊരു പൊടിക്കൈ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാർക്ക് അറിയണ്ടാവും. നമ്മുടെ നോക്കൂ, നിങ്ങൾ ഒരു കള്ളൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. കള്ളൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യടാ? നമ്മൾ ആകെ ഒന്ന് പേടിക്കില്ലേ? നമ്മൾ ആകെ ഒന്ന് പേടിക്കും. എന്നിട്ട് നമ്മുടെ കൃഷ്ണമണിയൊക്കെ കള്ളനെ കാണുമ്പോൾ ഇങ്ങനെ ചെറുതാവുകയാണ് ചെയ്യുക? അല്ല, കണ്ണിലെ കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിളൊക്കെ എന്ത് ചെയ്യും? അങ്ങ് വലുതാകും. അപ്പൊ ഇവിടെ റെഡ് കളർ കൊടുത്തു എന്ന് വെച്ചാൽ സിമ്പതി. നമുക്ക് കള്ളനോട് എന്ത് വേണം ആലോചിക്കുക. ഒരു കള്ളൻ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തോട് സിമ്പതി വേണം. പക്ഷെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കള്ളനെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുക. ഇപ്പൊ ചുവന്ന കളർ നോക്കൂ, അപകടമാണ്, ഡേഞ്ചർ, കള്ളൻ വരുന്നു. സിമ്പതി, കള്ളനോട് സിമ്പതി, കള്ളനോട് സിമ്പതി, കള്ളൻ വരുന്നു. എന്താണ് സംഗതി? നമ്മുടെ കൃഷ്ണമണിത കള്ളനെ കാണുന്ന സമയത്ത് അങ്ങ് പേടിച്ച് വലുതാകും. നമുക്ക് വായിൽ ഉമിനീരുണ്ടാവുമോ? അമ്മേ, അച്ഛാ, ചേട്ടാ എന്നൊക്കെ വിളിക്കുമ്പോ അല്ലെ ഉമിനീരില്ല. കള്ളനെ കണ്ടാ പോയി പരിപാടി. അങ്ങനെയാണെങ്കിൽ പിള്ളേരെ, ശ്വാസനാളം, അയ്യോ കള്ളനെ കാണുമ്പോ പേടിക്കില്ലേ? ശ്വാസനാളം വികസിക്കില്ലേ? വികസിക്കും. പിന്നെന്താണ്? ഹൃദയമെടുപ്പ് ഇങ്ങനെ പിടിക്കില്ലേ? അയ്യോ കള്ളൻ ഇങ്ങനെ അടിക്കും. ആമാശയ പ്രവർത്തനം. നല്ല ചിക്കൻ ബിരിയാണി അവിടെ ഉണ്ടാവും. കള്ളനെ കണ്ട്, കള്ളനെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇരിക്കുക. അപ്പൊ അടുക്കളയിൽ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്. എന്നാ പോയി കള്ളൻ വന്ന് സ്ഥിതിക്കുക ചിക്കൻ ബിരിയാണി തിന്നിട്ട് എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? സുഹൃത്തുക്കളെ, ചിന്തിക്കൂല. ആമാശയ പ്രവർത്തനമൊക്കെ മന്ദീഭവിക്കുന്ന ആലോചിക്കുക. അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എനർജി വേണം. കള്ളനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ടോർച്ച് എടുക്കണം, അല്ലെങ്കിൽ അടിക്കണം, പെട്ടെന്ന് ഓടണം. അപ്പൊ നമുക്ക് എനർജി വേണം. നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ആ സമയത്ത് ഫുഡ് കഴിക്കാൻ പോവില്ല. ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. ബട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? എങ്ങനെ എടുക്കുക? ഗ്ലൈക്കോജൻ ആക്കി വെച്ചിട്ടുണ്ടാവില്ലേ? ആ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും ഒരു കള്ളം വരുമ്പം. അപ്പൊ ആലോചിക്കുക, സിമ്പതറ്റിക് വ്യവസ്ഥയിൽ കൃത്യമായിട്ട് ആലോചിക്കുക, കള്ളം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു. ക്ലിയർ ആണോടാ? ആ പോയിന്റ് ക്ലിയർ ആണോ? കുടലിൽ നമ്മൾ കഴിച്ച ഫുഡൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡ് ആലോചിക്കുക, കള്ളം വരുന്ന സമയത്ത് അത് കുടലിൽ കൂടിയൊക്കെ പോയി അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കും ഇല്ല, ഒക്കെ മന്ദീഭവിക്കും. ഹോർമോൺ ഉൽപാദനമോ? ഞാൻ പറഞ്ഞു അഡ്രിനാലിൻ. അഡ്രിനാലിൻ വേണ്ടേ? അപ്പൊ ഹോർമോൺ ഉൽപാദനം കൂടും. കള്ളനെ കാണുമ്പോൾ എല്ലാം കൂടുകയാണ്. അവിടെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, സിമ്പതിയാണ് കള്ളനോട്, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീർ ഉൽപാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമെടുപ്പ് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, ഹോർമോൺ ഉൽപാദനം കൂടുന്നു. ഇത്രയും കിട്ടും. അവിടെ ജസ്റ്റ് ഒരു മാറ്റം മാത്രം നിങ്ങൾ ആലോചിച്ച് വെക്കുക. നിങ്ങൾ കള്ളനെ കാണുമ്പോൾ മൂത്രമൊഴിച്ചു പോവാറുണ്ടോ? ചിലരൊക്കെ പേടിക്കുമ്പോൾ. എന്നാൽ നമ്മുടെ ഈ കഥയിൽ മൂത്രമൊഴിച്ചു പോവില്ല. മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു എന്ന് ലിങ്ക് ചെയ്ത് വെക്കുക. അതിന്റെ കൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മൂത്രാശയം എന്ത് ചെയ്യും? പൂർവ്വസ്ഥിതി പ്രാപിച്ചു വെക്കും. വലിയ പ്രശ്നമൊന്നുമില്ല. മൂത്രാശയം ചുരുങ്ങി എന്ന് ആലോചിക്കുമ്പോൾ നമ്മളെങ്കിൽ ആലോചിച്ച് വെക്കുക, കള്ളൻ ഇല്ലെങ്കിലാണ് മൂത്രം ഒഴിച്ചു പോവാന്ന്. അത് പഠിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു പറഞ്ഞാണേ, അത് മാത്രം. ബാക്കിയെല്ലാം നിങ്ങൾ ആലോചിക്കാം. ഇനി ഞാൻ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഈ ബ്ലൂ കളർ പറയുന്നില്ല. പാരാസിമ്പതിക് എന്തിനു പറയാം? നേരെ ഓപ്പോസിറ്റ്. പാരാസിമ്പത്തറ്റിക്. സിമ്പതി കള്ളനോടാണ്. അപ്പൊ പാര എന്താണ്? കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ഉമിനീർ ഉൽപാദനം കൂടുന്നു, അല്ലെ? ശ്വാസനാളം സങ്കോചിക്കുന്നു, ഹൃദയമിടപ്പ് സാധാരണ നിലയുന്നു, ആമാശയപ്രവർത്തനം സാധാരണ നിലയുന്നു. ഈ പറയുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, അല്ലെ? ഹോർമോൺ ഉൽപാദനം കുറയുന്നു, കൂടുതലെ പെരിസ്റ്റാൾസ് ഒക്കെ സാധാരണ നിലയിലാകുന്നു, മൂത്രാശയം മാത്രം ചുരുങ്ങുന്നു.
അപ്പൊ കള്ളനെ കാണുമ്പോൾ മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അത് മാത്രം ഒന്ന് വെറൈറ്റി ആയിട്ട് ആലോചിച്ചാൽ സംഗതി ക്ലിയർ ആണ്. അതിനിടയിൽ ചെറിയൊരു കാര്യം പറയാനുള്ളത്, സെക്രട്ടേറിയറ്റ് പോയി കഴിഞ്ഞ് നിരാശപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മന്ത് ഒരു അടിപൊളി കറണ്ട് അഫേഴ്സ് ബാച്ച് 100 രൂപയുടെ ബാച്ചാണ്. അതിന് കൂടെ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂലൈ മാസം 1 തീയതി 2025 ജൂലൈ 1 തീയതി വരെയുള്ള മുഴുവൻ എക്സാമിന് നിങ്ങൾക്ക് ഇപ്പോൾ ASM മറ്റ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് ഈ ഒരു ഗോൾഡൻ ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ GKയുടെ ഒരുപാട് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ക്ലാസ്സും PDF നോട്ടും ഒക്കെ കിട്ടും. വെറും ഞാൻ പറയുന്നത് 150 രൂപ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെയ് 25 സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിനകത്തേക്ക് നിങ്ങളിത് എപ്പം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ജസ്റ്റ് വിശദാംശങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടോ. ഇനി നോക്കൂ, നമ്മളിപ്പോ ഹോർമോണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കാൽസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട് PSC പരീക്ഷയിൽ. കൃത്യമായിട്ട് പഠിക്കണം പിള്ളേരെ. 9 to 11 mg 100 ml കേട്ടോ. 9 to 11 ആണ് 100 ml രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ്. പഠിച്ചു വെച്ചോ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. പ്രത്യേകം പഠിക്കണം. കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ഹോർമോൺ വരുന്നു? കാൽസ്യത്തിന്റെ പേര് കാൽസിറ്റോണിൻ. ഇത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. അപ്പൊ കാൽസ്യത്തിന്റെ ആ ഒരു അളവ് ഇങ്ങനെ കൂടുമ്പോൾ അത് കുറയ്ക്കാൻ ഈ ടോണിയാണ് ഉപയോഗിക്കുക. കാൽസിറ്റോണിൻ കേട്ടോ. ടോൺ എടുത്ത് ഇങ്ങനെ കുറയ്ക്കും. അപ്പൊ കാൽസ്യം കൂടുമ്പോൾ ആ ടോൺ ഇങ്ങോട്ട് വരും, കാൽസിറ്റോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാലോ? നോക്കൂ, എന്താണ് ഇവിടെ നടക്കുന്നത്? വിശദമായിട്ടൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ അവിടെ 2 പോയിന്റ് ആണ്. പാരാതോർമോൺ പഠിച്ചു വെക്കണം. പാരാതോർമോൺ ഉണ്ട്, അത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഓക്കെ. എന്നാൽ തൈറോയ്ഡ് ഗ്രന്ഥി എന്താണ്? കാൽസിറ്റോണിൻ ആണ്. ഇത് പഠിച്ചു വെക്കണം പിള്ളേരെ. നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൽ ബ്ലഡിൽ കൂടുന്ന സമയത്ത് ആരാണ് വരിക? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ വരും. ഇഷ്ടപ്പെട്ട് പഠിച്ചേ. എന്നാൽ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് അവിടെ ആര് വരും? കുറയുന്ന സമയത്ത് ഒരു പാര വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. പാരാതോർമോൺ അല്ലെ. അപ്പൊ കുറയുന്ന സമയത്ത് പാര വെച്ചിട്ട് കുത്തിയിട്ടൊന്ന് പൊന്തിച്ച് കൂട്ടി കൊടുക്കുക. നമ്മൾ ഒരു പാര വെച്ച് കുത്തതലയ്ക്കുക, അല്ലെങ്കിൽ പാര വെച്ചാൽ താനെ നമ്മൾ ഓടും, അല്ലെങ്കിൽ പൊന്തിപ്പോകും. അപ്പൊ പാരാതോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. കാൽസിറ്റോണിന്റെയും പാരാതോർമോണിന്റെയും പ്രവർത്തനം ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ നോക്കാം നമുക്ക്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് സാധാരണഗതിയിൽ 9 to 11 ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി എന്താ സംഭവിക്കുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത്, അത് നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് കേട്ടോ, ഇത് കൂടുന്ന സമയത്ത് കേട്ടോ, ഈ പറയുന്ന കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്യും? കാൽസിറ്റോണിൻ ഈ അധികമായി കഴിഞ്ഞാൽ അസ്ഥികളിൽ നിന്ന് കാൽസ്യത്തിന്റെ രക്തത്തിലേക്കുള്ള കടന്ന പ്രവർത്തനം തടയും. ഇത് അധികമായി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? കാൽസ്യം കൂടിക്കഴിഞ്ഞാലേ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിച്ചു വെക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഈ കാൽസിറ്റോണിൻ പണിയെടുക്കും. അദ്ദേഹം എന്ത് ചെയ്യും? ഒരുപാട് കാൽസ്യം രക്തത്തിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് എല്ലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അസ്ഥികളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ അസ്ഥികൾ ഇങ്ങോട്ട് വരുന്നത് തടയുകയും ചെയ്യും. ഇനി തിരിച്ച് ഇതേ പരിപാടി തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് പഠിച്ചാൽ മതി, ബൈഹാർട്ട് പഠിക്കണ്ട. ഓക്കെ. ഇനി തിരിച്ച് കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലോ? ഇവിടെ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ പാരാതോർമോൺ പാര വെക്കുക. കുറഞ്ഞു കഴിഞ്ഞാൽ പാര കുത്തി കൊടുത്തിട്ട് കൂട്ടി കൊടുക്കും. അപ്പൊ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ എന്ത് ചെയ്യും? രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയെടുക്കും ഈ പാരാതോർമോൺ. കാരണം കുറവാണല്ലോ. അപ്പൊ വൃക്ക എന്നൊക്കെ വീണ്ടും പുനരാകിരണം ചെയ്യും കാൽസ്യം. അസ്ഥികൾ കാൽസ്യം സംഭരിക്കുന്നുണ്ടാവുമല്ലോ, അത് തടയും നൽകാൻ. അങ്ങനെ വേണ്ട, ഓവർ ഇങ്ങനെ അസ്ഥിക്ക് സ്ട്രോങ് ആവണ്ട. അസ്ഥിയിലേക്ക് കാൽസ്യം കൊടുക്കുന്ന കുറച്ച് തടയും. കാരണം നമുക്ക് രക്തത്തിൽ എന്തില്ല? കാൽസ്യം കുറവാണ്. അപ്പൊ ആലോചിക്കുക, കാൽസ്യം കുറവാണെങ്കിൽ ഈ അസ്ഥികളിലേക്ക് സംഭരിക്കുന്നത് തടയുകയും ചെയ്യും. വൃക്കയിൽ നിന്ന് പുനരാകിരണം മനസ്സിലാക്കി പഠിച്ചാൽ മതി. നമുക്ക് തൈറോയിഡിനെ കുറിച്ച് പറയാം. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് കേൾക്കുമ്പോൾ കൂട്ടുകാർക്ക് അറിയാം 2 ടൈപ്പുള്ള ഹോർമോൺ ആണ് അല്ലെ. ഏതൊക്കെയാണത്? ഈ പറയുന്ന നമ്മളിപ്പോ പറഞ്ഞല്ലോ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഒന്ന് കാൽസിറ്റോണിൻ ആണ്, മറ്റൊന്ന് തൈറോക്സിൻ ആണ്. പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ കാൽസിറ്റോണിന്റെ പണി എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാൽസ്യം കൂടുന്ന സമയത്ത് ചെയ്യുന്ന പരിപാടിയാണ് കാൽസിറ്റോണിൻ. കുറയുമ്പം പാരാതോർമോൺ, കൂടുമ്പം കാൽസിറ്റോണിൻ. മറക്കരുതേ, തെറ്റിക്കരുതേ. നെഗറ്റീവ് വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഇനി തൈറോക്സിൻ എന്ന് കേൾക്കുമ്പോൾ പിള്ളേരെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുക പ്രധാനപ്പെട്ട ധർമ്മമാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുക പ്രധാനപ്പെട്ട പരിപാടിയാണ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുക ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നു, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൈഹാർട്ട് പഠിച്ചില്ലെങ്കിലും മനസ്സിലാക്കി പഠിക്കുക. തൈറോക്സിന്റെ ധർമ്മങ്ങളാണ്. ഇവിടെ തൈറോയിഡുമായി ബന്ധപ്പെട്ട ചില ടെസ്റ്റുകൾ T3, T4, TSH എന്നീ ഹോർമോണുകളുടെ അളവ് നിർണ്ണയിക്കുന്ന ലബോറട്ടറി പരിശോധനകളെ കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ തൈറോയിഡ് ടെസ്റ്റ്.
തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോ, അല്ലെങ്കിൽ ഹൈപ്പർ വരുമ്പോൾ കൂടെയും ഹൈപ്പോ കുറയാണല്ലോ. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസമാണ് തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് മൂലം ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് പറയും പിള്ളേരെ? ക്രെട്ടനിസം എന്ന് വിളിക്കും. അപ്പൊ കുഞ്ഞുങ്ങളായ സമയം ശൈശവാവസ്ഥയിൽ തൈറോക്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ വളർച്ച ഉണ്ടാവില്ല. കാരണം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് കുട്ടികളിലെ വളർച്ചയെ നിയന്ത്രിക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ക്രെട്ടനിസം. നമുക്കറിയാം, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന അസുഖമാണ്. എന്നാൽ മുതിർന്നവരിൽ തൈറോക്സിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലോ, അതിന് മുതിർന്നവർ കുട്ടിയാവും, കുട്ടി ക്രെട്ട. മുതിർന്നവർ മെക്സിൻ, അല്ലെ? അങ്ങനെ ആലോചിക്കാം. മിക്സഡിമ മുതിർന്നവര്, മിക്സഡിമ കുട്ടികളിൽ ക്രെട്ടനിസം. സെറ്റാണ്, നെഗറ്റീവ് വരുത്തില്ല. അപ്പൊ അവിടെ കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ. അപ്പൊ കുട്ടികളിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്രെട്ടനിസവും മുതിർന്നവരായാലും മിക്സഡിമയും. ഇനി ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിക്സിന്റെ ഈ പറയുന്ന തൈറോക്സിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അമിതോൽപാദനം മൂലം തൈറോക്സിന് എന്താ സംഭവിക്കുക? ഹൈപ്പർ തൈറോയിഡിസം. ഓർത്ത് വെച്ചാൽ കേട്ടോ. അത് ഈ പറഞ്ഞ ശരീരഭാഗം കുറയുക, ഈ പറഞ്ഞ ഹൃദയമെടുപ്പ്, കൂടിയ ഹൃദയമെടുപ്പ്, എപ്പോഴും കൂടുതൽ വിയർപ്പ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുക, സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുക. ഓക്കെ ആണല്ലോ. എന്നാൽ വളർച്ചാ ഘട്ടത്തിൽ ഇതിന്റെ ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാലോ അത് വാമനത്വമായിട്ട് മാറും. അപ്പൊ മിക്സഡിമയും ക്രെട്ടനിസവും വാമനത്വവും ഭീമാകാരത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജൈജാൻഡിസ് എന്നാ പറയുക കേട്ടോ. ഭീമാകാരത്വം നെഗറ്റീവ് വരുത്തരുത്. വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം ഈ പറയുന്ന താടിയല്, മുഖത്തിന്റെ ആ ഒരു കാര്യങ്ങള്, വിരലുകള്, ഈ അസ്ഥികള്, ഇതൊക്കെ ഭയങ്കരമായിട്ട് നീണ്ടു കഴിഞ്ഞാലോ ഭീമാകാരത്വം അല്ല, വാമനത്വം അല്ല, ക്രെട്ടനിസം അല്ല, മിക്സഡിമയല്ല, ആക്രോമെഗാലിയാണ്. അപ്പൊ കൃത്യമായിട്ട് പഠിക്കണം. വളർച്ചാ ഘട്ടത്തിന് ശേഷം, അല്ലെ? ഇവിടെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ താടിയല് നീളുക? അപ്പൊ വളർച്ചാ ഘട്ടത്തിൽ ആണെങ്കിൽ അതിനെന്ത് വിളിക്കും നമ്മള്? ഈ പറയുന്ന ഭീമാകാരത്വം. വളർച്ചാ ഘട്ടത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലോ വാമനത്വം. എന്നാൽ ഈ പറയുന്ന വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതോൽപാദനം മൂലം താടിയല്ലും വിരലുകളൊക്കെ നീണ്ടു പോകുന്ന അവസ്ഥയാണ് അക്രോമെഗാലി. കൂട്ടുകാരെ, ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. ഇതൊരു ഡൗട്ടുള്ള ഏരിയ ആണ്. ഞാൻ ഒന്നുകൂടി അത് പറയാം, നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ആണ് തൈറോക്സിനും കാൽസിറ്റോണിനും. ക്ലിയർ ആണ് അത്? അവിടെ കാൽസിറ്റോണിന്റെ ധർമ്മം കാൽസ്യം, ആ പേരുള്ളത് കൊണ്ട് കാൽസ്യം രക്തത്തിൽ കൂടുന്ന സമയത്ത് കുറയ്ക്കാൻ കാൽസിറ്റോണിൻ ടോണിക് കൊടുത്തു കുറയ്ക്കുന്നു. അപ്പൊ കുറയാണെങ്കിലോ കാൽസ്യം ഒരു കുത്തു കൊടുക്കുക, പാര കൊടുക്കുക, പാരാത്തോർമോൺ. അത് പഠിച്ചു, അത് മാറ്റി വെക്കുക. മറ്റൊരു ഹോർമോൺ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈറോക്സിൻ. തൈറോക്സിന്റെ ധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ച, അല്ലെ? അങ്ങനെ പലതും നമ്മൾ പറഞ്ഞു തൈറോക്സിന്റെ ധർമ്മങ്ങൾ. അപ്പൊ തൈറോക്സിനാണ് രണ്ടാമത്തത്. അത് കുട്ടികളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെട്ടനിസം. തൈറോക്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ക്രെട്ടനിസം, മുതിർന്നവരിലോ മിക്സഡിമ. അതവിടെ മാറ്റി വെച്ചു. ഈ കുട്ടികളിൽ തൈറോക്സിനും മുതിർന്നവരിൽ തൈറോക്സിനുമാണെന്ന് പറയുമ്പോൾ തന്നെ സൊമാറ്റോട്രോപ്പിൻ എന്നൊരു പേരാണ് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറഞ്ഞാൽ വളർച്ചാ ഹോർമോൺ ആണ്. അത് മറ്റൊരു ഹോർമോൺ ആണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് അല്ല. ആദ്യമേ പറയുകയാണ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് അല്ല. മാറരുത്. അപ്പൊ അതിനെ കുറിച്ച് ഇത് അടിയിലാണ് വരുന്നത്. ബട്ട് നമ്മൾ SCRT പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു, സൊമാറ്റോട്രോപ്പിൻ കൂടിക്കഴിഞ്ഞാൽ, അല്ലെ, ശരീര വളർച്ചാ ഘട്ടത്തില് ആണെങ്കിൽ അതിനെ ഭീമാകാരത്വം എന്ന് വിളിക്കും. ശരീര വളർച്ചാ ഘട്ടത്തിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ വാമനത്വം എന്ന് വിളിക്കും. വളർച്ചാ ഹോർമോൺ ആണേ. ഇനി ശരീര വളർച്ചാ ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന സൊമാറ്റോട്രോപ്പിൻ കൂടുന്നെങ്കിലോ അതിനെ നമ്മൾ അക്രോമെഗാലി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലേക്കില്ലേ, മെഗാലി എന്ന് ചിന്തിക്കുക വെക്കുക. ഇവിടെയാണ് എന്താണ് സൊമാറ്റോട്രോപ്പിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അഥവാ നായകൻ നിവൻ പീയൂഷൻ. നായകനാണ് പീയൂഷ് ഗോയൽ. മന്ത്രി ഇല്ലടാ, ആലോചിച്ച് വെക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു രാജ്യസഭയുടെ നായകനായിരുന്നു പീയൂഷ് ഗന്ധി എന്നൊക്കെ മുമ്പ്. ഇപ്പൊ അതല്ല. ഇപ്പൊ രാജ്യസഭയുടെ നായകൻ അല്ലെങ്കിൽ രാജ്യസഭയുടെ നേതാവ്, ഭരണപക്ഷത്തെ രാജ്യസഭയുടെ നേതാവ് JP നദ്ദയാണ്. ഇപ്പോ ലോകസഭയിലാണ് നരേന്ദ്രമോദി നേതാവ്. അപ്പൊ മുമ്പ് പീയൂഷ് ഗോയലായ സമയത്തൊക്കെ നമ്മളിത് പഠിച്ചിരുന്നു. ഇപ്പൊ നിങ്ങളത് പഠിക്കണം. പക്ഷെ നായക ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഭാഗം. പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം മാത്രം ഞാൻ പറയാം. മുൻതളവും പിന്തളവും. നായകന് മുമ്പുണ്ട് പിമ്പുണ്ട്. ആ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം. TSH, ACTH, GTH, വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ, പിന്നീട് പ്രൊലാക്റ്റിൻ. അപ്പൊ 5 ഇമ്പോർട്ടന്റ് ആണ്. 5 ഇംഗ്ലീഷ് പേര് പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാണ്?
TSH, ACTH, GTH. അപ്പൊ TSH, GTH, ACTH ഏതൊക്കെയാണ്? TSH, GTH, ACTH. പിന്നെ സെമാറ്റോട്രോപ്പിനും പ്രൊലാക്റ്റിനും. ഇതെവിടെയാണ്? നായകൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. എടാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതാണ് TSH. ACTH അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ഒക്കെ ഈ വാക്ക് പോലെ തന്നെയാണ്. TSH എന്ന് കേൾക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിക്കും. മൂപ്പർ നായകനാവാൻ കാരണം അറിയോ? മൂപ്പര പ്രത്യേകത, മൂപ്പർ ആക്ച്വലി എല്ലാവരെയും ഉത്തേജിപ്പിക്കുന്ന ആളാണ്. ഇവിടെ പറയുന്നുണ്ട് ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയുന്നത് കേട്ടോ. ട്രോപ്പിക് ഹോർമോണുകൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അന്തസ്രാവി ഗ്രന്ഥിയിൽ, ഈ പിറ്റ്യൂട്ടറി ഹോർമോൺ അല്ലെങ്കിൽ ഗ്രന്ഥിക്ക്. കാരണം ഈ മറ്റുള്ളവരെയൊക്കെ ഉത്തേജിപ്പിക്കാൻ മൂപ്പര് വേണം. അതുകൊണ്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, അഡ്രിനൽ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് ACTH. ഗൊണാഡോട്രോപിക് ഹോർമോൺ, പുരുഷന്മാരുടെ വൃഷണങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളുടെ അണ്ടാശയത്തിൽ പ്രവർത്തനത്തിലൊക്കെ എന്ത് വേണം? അവിടെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് GTH, ഗൊണാഡോട്രോപിക്. ഇനി ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്താണ് നമ്മളിപ്പോൾ പറഞ്ഞ സൊമാറ്റോട്രോപ്പിൻ. ഇനി മുലപ്പാൽ ഉൽപാദനത്തിലാണ് പ്രൊലാക്റ്റിൻ. അത് നിങ്ങൾക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ കിട്ടും അല്ലെ? പ്രൊലാക്റ്റിൻ, ലാക്ടോജൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പ്രൊലാക്റ്റിൻ ആണ് മുലപ്പാൽ ഉൽപാദനം. അപ്പൊ ഇത്രയും 5 എണ്ണം TSH, GTH, ACTH, സൊമാറ്റോട്രോപ്പിന്, പ്രൊലാക്റ്റിൻ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത് ആക്ച്വലി മുൻതളവും പിന്തളവും ഉണ്ട്. ഇവിടെ പിന്തളം മറ്റ് 2 ഹോർമോണുകൾ സംഭരിച്ചു വെച്ച് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ശരീരത്തിന് കൊടുക്കാറുണ്ട്. ഈ പറയുന്ന പിറ്റ്യൂട്ടറി പിന്തളം. അത് 2 എണ്ണമാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ആക്ച്വലി ഓക്സിറ്റോസിനും വാസോപ്രസിനും ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഓക്കെ, അത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇവിടെ എന്താണ് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിറ്റോസിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ശരീരത്തില് നമ്മുടെ പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ആവശ്യമുള്ള ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു ഓക്സിറ്റോസിൻ. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു ഓക്സിറ്റോസിൻ. ഇനി വാസോപ്രസിനോ അഥവാ ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ADH നമ്മൾ വിളിക്കാറുണ്ട്. വാസോപ്രസിൻ ഇത് പഠിച്ചു പോയിട്ട് പരീക്ഷ ആളില് പ്രസവം എന്ന് കേൾക്കുമ്പോൾ വാസോപ്രസിൻ കറപ്പിക്കുന്ന വിദ്വാന്മാരുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഈ കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങൾ മാത്രം മാറ്റി പറയാണ്. നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റില്ല, പക്ഷെ ചിലർക്കൊക്കെ തെറ്റും. അപ്പൊ വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിന് വാസോപ്രസിൻ. അതിന്റെ ഒരു രസകരമായ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിള്ളേരെ. നമ്മള് വേനൽക്കാലത്ത് മൂത്രമൊഴിക്കുന്നത് വളരെ കുറവായിരിക്കില്ല. എന്തുകൊണ്ടാണ്? വാസോപ്രസിന്റെ ഉൽപാദനം കൂടുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണം കൂടും. അപ്പൊ വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ജലത്തിന്റെ സാധാരണ അളവ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ADH പണിയെടുക്കുകയാണ്. ഇപ്പൊ രക്തത്തില് വെള്ളം അല്ലെങ്കിൽ ജലം കുറവാണെന്ന് കരുതുക. അപ്പൊ ഈ വാസോപ്രസിൻ എന്ത് ചെയ്യും? അങ്ങോട്ട് കൂടും. ഓക്കെ, ADH, ഈ പറയുന്ന ADH കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ജലത്തിൽ നിന്ന് മാക്സിമം വെള്ളം എന്ത് ചെയ്യും? രക്തത്തിലേക്ക് വീണ്ടും പുനരാകിരണം ചെയ്യും. അപ്പൊ വൃക്കയിൽ നിന്ന് ഇങ്ങനെ പുനരാകിരണം ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളം കുറയും, മൂത്രം ഒഴിക്കുന്നത് കുറവായിരിക്കും. ഇതാണ് വേനൽക്കാലത്ത് സംഭവിക്കുക. ഇനി മറ്റൊരു പോയിന്റോ, മഴക്കാലത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്ത് നമ്മുടെ ബ്ലഡിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പൊ വെള്ളം ആവശ്യത്തിലധികം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മള് വാസോപ്രസിൻ ഉൽപാദനം അങ്ങോട്ട് കുറയ്ക്കും. കുറയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇങ്ങനെ വൃക്കയിൽ നിന്ന് വീണ്ടും വെള്ളം നമ്മുടെ ബ്ലഡിലേക്ക് എടുക്കുന്നത് അങ്ങോട്ട് കുറയും. കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതൽ വെള്ളം ചെയ്ത് മൂത്രമൊഴിച്ച് പോകും. ഇതാണ് അവിടെ നടക്കുന്നത്. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇങ്ങനെ നമ്മൾ കൂടുതൽ അളവിൽ മൂത്രം ഒഴിച്ചു പോകുന്ന ഒരു അവസ്ഥ, അതിനെ നമ്മൾ എന്താ പറയുക? ഡയബറ്റീസ് മെലിറ്റസ് അല്ലെ? ഇൻസിപ്പിഡസ്. സിപ്പിടാൻ സമ്മതിക്കില്ല, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കണേ. സിപ്പിടാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഞാൻ മുമ്പ് പിള്ളേരോട് പറഞ്ഞിരുന്നു. ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോ ഇനി നമ്മൾക്ക് ഹൈപ്പോതലാമസിന്റെ ഈ 2 ഹോർമോൺ മാത്രം പറഞ്ഞാൽ പോരാ. ഞാൻ പറഞ്ഞു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളവും പിന്തളവും ഉണ്ട്. നായകൻ. അപ്പൊ മുൻതളം നിങ്ങൾ 5 എണ്ണം പഠിച്ചു അല്ലെ? പിന്തളത്തിലേക്ക് പറഞ്ഞു. പിന്തളം ഉൽപ്പാദിപ്പിക്കുന്നതല്ല ഓക്സിറ്റോസിനും വാസോപ്രസിനും, അവിടെ സംഭരിച്ച് വെച്ചിട്ട് പിന്നീട് ആവശ്യത്തിന് കൊടുക്കുക ചെയ്യുക പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ. കാരണം ഹൈപ്പോതലാമസ് ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈപ്പോതലാമസ് കേൾക്കുമ്പോൾ 2 ടൈപ്പ് ഹോർമോൺ ഹൈപ്പോതലാമസിനെ കുറിച്ച് പഠിക്കണം. ഒന്ന് ഇൻഹിബിറ്ററി ഹോർമോൺ, മറ്റൊന്ന് റിലീസിംഗ് ഹോർമോൺ. പ്രത്യേകം ശ്രദ്ധിക്കണം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കലാണ് ആരുടെ ധർമ്മം? ഹൈപ്പോതലാമസിന്റെ ധർമ്മം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന 3 ഹോർമോണുകളുണ്ട്. ACTH, TSH, GTH. ഇതിനെ 3നെയും ഉൽപ്പാദിപ്പിക്കാൻ
ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിച്ച് ഇങ്ങനെ പുറപ്പെടുവിക്കണമെങ്കിൽ റിലീസിംഗ് ഹോർമോണുകൾ വേണം ഹൈപ്പോതലാമസിന്റെ. ഓർത്ത് വെച്ചേക്ക്, ഹൈപ്പോതലാമസിന്റെ റിലീസിംഗ് ഹോർമോണുകൾ. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദനത്തെ തടയുക. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഈ പറയുന്ന ഹോർമോണൊക്കെ ആവശ്യത്തിന് മതി, ഓവർ വേണ്ട. അപ്പൊ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് റിലീസിംഗ് ഹോർമോൺ ഹൈപ്പോതലാമസ് വിടും. ഇനി അത് കുറയ്ക്കണമെങ്കിൽ ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി നമ്മുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കുറയ്ക്കണം. TSH, GTH, ACTH, അതിനാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. അപ്പൊ ഹൈപ്പോതലാമസ് എന്ന് പഠിച്ചു വെക്കുക. അവിടെ 2 ടൈപ്പ് ഹോർമോൺ ആണ്, റിലീസിംഗ് ഹോർമോൺ ഉണ്ട്, ഇൻഹിബിറ്ററി ഹോർമോൺ ഉണ്ട്. ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയ 2 പോയിന്റ് നോക്കാം. അവിടെ എപ്പോഴും ചോദിക്കുന്നത് ഇൻസുലിനെ കുറിച്ചും ഗ്ലൂക്കഗോണിനെ കുറിച്ചാണ്. പിള്ളേരെ, നിങ്ങൾ നേരത്തെ വാസോപ്രസിനും അല്ലെങ്കിൽ നമ്മളെ ഈ കാൽസിട്ടോണിന്റെ ഒക്കെ പ്രവർത്തനം പഠിച്ചല്ലോ, അതുപോലെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് വെക്കുക. നിങ്ങൾ സാധാരണ ഷുഗർ ആണ് പറയുമ്പോൾ ഇൻസുലിൻ കുത്തി വെക്കാറുണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ കുത്തി വെക്കണം, ഇൻസുലിൻ ആവശ്യമുണ്ട് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടുകയാണ് ഇൻസുലിൻ ആവശ്യം. ബ്ലഡിൽ ഷുഗർ കൂടുക എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന സമയത്ത് അത് ഗ്ലൂക്കോസിനെ എന്താക്കണം, നമ്മുടെ ശരീരത്തിലെ കരളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. ആ പണിയാണ് ഇൻസുലിൻ ചെയ്യുക. അപ്പൊ ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാലോ, ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന പണി കുറയും. അപ്പൊ ബ്ലഡിൽ എന്താവും, നമ്മുടെ ഗ്ലൂക്കോസ് കൂടും. ഈ ഒരു ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചർ, ഈ കാണുന്ന പിക്ചർ, ബേക്ക് കാണുന്ന പിക്ചർ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ എല്ലാം എന്ത് ചെയ്യും, ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ നിങ്ങളെ എന്റെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലോ, ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന കുറയും. അപ്പൊ ബ്ലഡിൽ എന്ത് കൂടും, നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് കൂടും. അതാണ് നമ്മൾ ഷുഗർ എന്ന് പറയുക. അപ്പൊ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ ആണ്. തിരിച്ചുള്ള പണി എടുക്കുന്നതോ, ഇപ്പൊ നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ നിങ്ങൾ പട്ടിണിയൊക്കെ കിടക്കുകയാണ് അല്ലെങ്കിൽ ഡയറ്റ് ആണെന്നൊക്കെ പറയാ അല്ലെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ തടി ഉണ്ടെന്ന് കരുതുക, നമ്മൾ പറയില്ല തടി കുറഞ്ഞു വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മളെ കരളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, അതിനെ ഗ്ലൈക്കോജൻ എന്നാ വിളിക്കുക. ആ ഗ്ലൈക്കോജൻ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ആ പണിയെടുക്കുന്നത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതും ഗ്ലൂക്കഗോൺ ആണ്. അപ്പൊ തിരിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണ് ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ആലോചിച്ച് വെക്കുക. ഇൻസുലിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഗ്നേയ ഗ്രന്ഥിയിലെ അല്ലെങ്കിൽ പാൻക്രിയാസിലെ 2 കോശങ്ങളാണ്, ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫയാണ് ഗ്ലൂക്കഗോൺ എങ്കിൽ ബീറ്റയാണ് ഇൻസുലിൻ. പഠിച്ചു വെക്കുക, ബീറ്റ ഇൻസുലിൻ എല്ലാവർക്കും അറിയാം, ഞാൻ എഴുതുന്നില്ല. ആഗ്നേയ ഗ്രന്ഥിക്ക് നമ്മൾ എന്ത് വിളിക്കുക, മധുര ഗ്രന്ഥി എന്ന് വിളിക്കുക, സമ്മിശ്ര ഗ്രന്ഥി എന്ന് വിളിക്കാറുണ്ട് ആഗ്നേയ ഗ്രന്ഥിയെ. കാരണം എന്തുകൊണ്ടാണ്, എൻസൈമും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഇവിടെ ഞാൻ ഷുഗർ അല്ലവ ഗ്ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പിള്ളേരെ പ്രമേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇതൊക്കെ ഞാൻ മുമ്പ് എഴുതി വെച്ച് വരച്ചു വെച്ച ക്ലാസ് ആയതുകൊണ്ടാണ് അതൊന്നും മയക്കാത്തത്. ബ്ലൂ റിംഗ് അല്ലെ, നീലവളയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക പ്രമേഹ രോഗ ദിനം എന്നാ ചോദിച്ചാൽ നിങ്ങൾ പഠിക്കണം, നവംബർ 14 കേട്ടോ, നവംബർ 14. ഓക്കെ, ശിശുദിനമല്ല. ശിശുദിനത്തിൽ മിഠായി കഴിച്ചാൽ പ്രമേഹം വരുമെന്ന് ആലോചിക്കുക. പ്രമേഹത്തിനുള്ള മരുന്നാണ് ഈ പറഞ്ഞ ഇൻസുലിൻ, നമുക്കറിയാലോ. അപ്പൊ ഇൻസുലിൻ കണ്ടെത്തിയത് ബാൻഡിങ്ങും ബെസ്റ്റുമാണ്. അതിനകത്ത് ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ് നവംബർ 14. അതാണ് ലോക പ്രമേഹ രോഗ ദിനം. പഠിച്ചു വെച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്, ലോക പ്രമേഹ രോഗ ദിനം നവംബർ 14. ഈ പറയുന്ന പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. അടുത്ത ചോദ്യം ഇതാണ്, ദി ട്രാൻസ്ഫർ പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ജവഹർലാൽ നെഹ്റു, പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, VP മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? VP മേനോന്റെ പുസ്തകമാണ്. 5ാമത്തെ ചോദ്യം ഇതാണ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, ഞാനെല്ലാം വിട്ട് കളയല്ല. നിങ്ങൾക്ക് ക്ലാസിന്റെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നു, അടുത്ത പാർട്ട് ഉടൻ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച ഡേറ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ എക്സാം അടുപ്പിച്ച് ഇങ്ങനത്തെ PYQ സെഷൻ ഉപകാരപ്പെടുന്നുണ്ടോ, ബേസിക് ആയ കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.